കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും പ്രതികളാക്കി കേസെടുത്ത നടപടി രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ്. എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളെ ബോധിപ്പിക്കും. മുൻകൂർ ജാമ്യം എടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. നേതാക്കളെ അപായപ്പെടുത്താൻ നടത്തിയ അധമമായ നരഹത്യാ ശ്രമമാണെന്ന് ആരോപിച്ച് എ.പി. അനിൽകുമാർ എം.എൽ.എ. സ്പീക്കർക്ക് അവകാശലംഘന നോട്ടീസ് നൽകി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസും ഡിവൈഎഫ്ഐയും അതിക്രമം നടത്തിയെന്നാരോപിച്ചായിരുന്നു കെ.പി.സി.സിയുടെ DGP ഓഫീസ് മാർച്ച്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ കെ.പി.സി.സി അധ്യക്ഷനും എം.എൽ.എമാരും എം.പിമാരും വേദിയിലിരിക്കെയാണ് പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നേതാക്കളെ മാറ്റിയതിന് പിന്നാലെ സ്ഥലത്ത് വൻ സംഘർഷം. ഇതിലാണ് കെ.പി.സി.സി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും മുതിർന്ന നേതാക്കളെയും 1ഉം 2ഉം പ്രതികളാക്കി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിന് രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് കെ.പി.സി.സി തീരുമാനം. അറസ്റ്റ് ഉണ്ടായാൽ നടക്കട്ടെ എന്നും നേതാക്കൾക്കെതിരെ മനഃപൂർവ്വം അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ. കെ.പി.സി പ്രസിഡന്റ് ഉൾപ്പെടെ 6 എം.പിമാരും ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള 7ഓളം എം.എൽ.എമാരിരിക്കുന്ന വേദിയിലേക്കാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ ഇന്നലെ പോലീസ് നടപടി സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവും എം.പിമാരും കെ.പി.സി.സി അധ്യക്ഷനും വേദിയിലിരിക്കെ പോലീസ് നടത്തിയ ജലപീരങ്കി കണ്ണീർവാതക ഗ്രനേഡ് പ്രയോഗം കേരള പോലീസ് മാനുവലിന് വിരുദ്ധമാണെന്നും മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാക്കളെ അപായപ്പെടുത്താൻ ദുരുദ്ദേശത്തോടെ കേരള പോലീസ് പ്രവർത്തിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ച് വണ്ടൂർ എം.എൽ.എ. എ.പി. അനിൽകുമാർ നിയമസഭാ സ്പീക്കർക്ക് അവകാശലംഘന നോട്ടീസ് നൽകി. ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിനും മുതിർന്ന എം.എൽ.എമാരായ രമേശ് ചെന്നിത്തലയ്ക്കുമടക്കം ദേഹാസ്വാസ്ഥ്യമുണ്ടായെന്നും പരിക്കുണ്ടായെന്നും അവകാശലംഘന നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ PR പ്രവീണ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.